ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത്. വരണാധികാരി അനിൽ മസി ബാലറ്റ് പേപ്പറിൽ എഴുതുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ആശങ്കയോടെ CCTV ക്യാമറയിലേക്ക് അനിൽ മസി നോക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ജിൽബി തോംസൺ ചേരുകയാണ്. ജിൽബി, അതായത് ഇത്തരത്തിലൊരു മേയർ തിരഞ്ഞെടുപ്പ് നടന്നൊരു സാഹചര്യത്തിൽ BJP അട്ടിമറിയിലൂടെയാണ് ജയം നേടിയതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണമൊക്കെ തന്നെ ശക്തമായിരുന്നു. എന്താണ് ഇപ്പോൾ ഈ ഒരു വരണാധികാരി കാണിക്കുന്ന ക്രമക്കേട് ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണോ? എന്താണ് കാണുന്നത്? അതായത് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും AAPയും സഖ്യമായി നിന്നായിരുന്നു മത്സരിച്ചത്. അതായത് ഇന്ത്യ സഖ്യം BJPക്കെതിരെ ഒന്നായി നിന്നുകൊണ്ട് മത്സരിച്ചു. പക്ഷെ BJP അട്ടിമറിയിലൂടെ, അതായത് ഇന്ത്യ സഖ്യത്തിന്റെ 8 വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചതോടെയായിരുന്നു ഇതിൽ BJP സ്ഥാനാർത്ഥി മേയറായി തെരഞ്ഞെടുക്കപ്പെടുകയൊക്കെ ചെയ്തത്. ഇതിനെതിരെ ഈ കൃത്രിമം കാണിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ BJP ക്രമക്കേട് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യം ഹൈക്കോടതിയെ സമീപിച്ചു. അനുകൂല ഉത്തരവുണ്ടായില്ല. പിന്നീട് സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ ഹർജിക്കാരൻ ഇത്തരത്തിൽ കോടതിയിൽ കൈമാറുകയും ചെയ്തിരുന്നു. ഈ ദൃശ്യങ്ങളിൽ നിന്നും നിരീക്ഷിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് വിലയിരുത്തിക്കൊണ്ടാണ് ഇന്നലെ സുപ്രീം കോടതി രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും BJPക്കെതിരെ, അല്ലെങ്കിൽ ഈ ഭരണാധികാരിക്കെതിരെ നടത്തിയത്. കാരണം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ രൂക്ഷമായ വിമർശനമായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്ന, ഈ ഭരണാധികാരി അവിടെ ക്രമക്കേട് കാണിക്കുന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ്. ആശങ്കയോടെ CCTV ക്യാമറയിലേക്ക് അനിൽ മസി നോക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ ഭരണാധികാരി അനിൽ മസി അവിടെ എഴുതുമ്പോഴൊക്കെ എത്രത്തോളം ആശങ്കപ്പെട്ടുകൊണ്ടാണ് ആ കാര്യങ്ങൾ പേപ്പറിൽ എഴുതുന്നത് എന്നൊക്കെയുള്ളത് ഈ വീഡിയോയിൽ നിന്നും വ്യക്തമാണ് എന്ന് കുറിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അവരുടെ X പേജിൽ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അതായത് BJP ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത് എങ്ങനെയെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നിപ്പോൾ ആം ആദ്മി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. എന്തായാലും ഭരണാധികാരിക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് സുപ്രീം കോടതി ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും ഈ മേയർ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി വിജയത്തിൽ BJPക്ക് കനത്ത തിരിച്ചടിയായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായത്. ജിൽബി, അതുപോലെ തന്നെ എന്തായാലും ഇപ്പോൾ നിയമ നടപടികളൊക്കെ തന്നെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കൃത്യമായിട്ട് വ്യക്തമാണ് എത്തരത്തിലൂടെയാണ് BJP ഇത്തരത്തിലൊരു ഈ ഒരു മേയർ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിയെന്നുള്ളത്. തീർച്ചയായും, അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, അല്ലെങ്കിൽ BJP മേയർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അവിടെ ഉയർന്നിരുന്നു. AAP കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. കാരണം ഇത് അട്ടിമറിയിലൂടെ മാത്രമുള്ള ഒരു വിജയമാണെന്നുള്ള ആരോപണം അവർ ശക്തമാക്കിയിരുന്നു. ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇവർ കോടതിയെ സമീപിച്ചതൊക്കെ. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ ദൃശ്യങ്ങളൊക്കെ അപ്പോൾ തന്നെ പുറത്തു വന്നിരുന്നു. കാരണം ഈ ബാലറ്റ് പേപ്പറൊക്കെ അവിടെ അലങ്കോലപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളും ഈ ഭരണാധികാരി ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ദൃശ്യങ്ങൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ, അതായത് ഭരണാധികാരി അവിടെ ക്രമക്കേട് കാണിക്കുന്നതിന്റെ കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ ഭരണാധികാരിയുടെ ആശങ്കകൾ, എത്തരത്തിലാണ് അയാൾ ഈ ക്രമക്കേട് കാണിച്ചത്, അല്ലെങ്കിൽ എത്തരത്തിൽ അയാൾ ഈ ആശങ്കയോടെ ആ കൃത്രിമം ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഭരണാധികാരിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇനി മുമ്പോട്ട് പോകും. എന്തായാലും അടുത്ത തിങ്കളാഴ്ച ഇപ്പോൾ ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് എന്തായാലും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ വിഷയത്തിൽ വലിയ നിർണായകമായ നിരീക്ഷണം നടത്തുകയും ഭരണാധികാരിക്കെതിരെ ശക്തമായ വിമർശനം ഉയർത്തുകയും ചെയ്തത്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നും, അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്രത്തോളം ക്രമക്കേട് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണെന്നും, മൊത്തം സംവിധാനത്തെയും കളിയാക്കുന്ന പ്രവണത അംഗീകരിക്കാനാവില്ലെന്നുമായിരുന്നു ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത എല്ലാ ബാലറ്റ് പേപ്പറുകളും രേഖകളും ഹൈക്കോടതി രജിസ്ട്രാറിന് കൈമാറാനും ഇന്നലെ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ഈ വിഷയത്തിൽ BJPക്ക് ഉണ്ടായത്. ശരി ജിൽബി, വ്യക്തമാണ്. ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നതിന്റെ കൂടുതൽ തെളിവുകൾ അത് പുറത്തു വന്നിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ജിൽബി തോംസനാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.